ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം. എന്താണെന്നറിയില്ല, ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്. മടി മാത്രമല്ല, എങ്ങനെയൊക്കെ ടൈം കണ്ടെത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ടൈം കിട്ടാത്തൊരവസ്ഥയാണ് ഇട്ടത്. ഇപ്പം നോയിൻ്റെ കൂടാണ് മെയിനായിട്ടുണ്ടാവുക. പിന്നെ ഇപ്പം ഇവനിങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് സമയം പോണതേ അറിയണില്ല. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഇവനൊന്ന് ഫ്രഷാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ ഇത്. ഓരോ കൂടെ കളിക്കുകയാണ് ഇവന്. ഭയങ്കര ഇഷ്ടമാണ് മക്കളെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും. അങ്ങനെ 2 സൈക്കിളും കൂടെ കെട്ടിയിട്ട് വണ്ടി ഓടിക്കുകയാണ് കേട്ടോ. നോയിനങ്ങനെ ഈ വലിയത് ഓട്ടാനായിട്ടില്ല, അതിൽ കാലെത്തണില്ല അവനക്ക്. അപ്പം ചെറുതിലിങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ് അവനെ. വലുതിലിരിക്കലൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു സൈക്കിളാണത്. അത് ലവ് ലാപ്പിൻ്റെ ട്രൈ സൈക്കിളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണിത്. ഇതിൻ്റെ പേര് ലവ് ലാപ്പ് എലഗൻ ലൈറ്റ് ട്രൈ സൈക്കിൾ എന്നാണ് കേട്ടോ. കിഡ്സ് ട്രൈ സൈക്കിൾ എന്നാണ് പേര്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും, പിന്നെ കുട്ടികൾക്ക് ഇരുന്നിട്ട് ഓടിക്കാനും പറ്റും. ഈ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലുള്ള ഈ ഒരു സംഭവം തിരിക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഒരു വയസ്സ് മുതൽ കുട്ടികൾക്ക് ഇത് നമുക്ക് യൂസാക്കി തുടങ്ങാം. ഞാൻ ഈ ഒരു സൈക്കിൾ പുറത്തും പിന്നെ മറ്റേ കുഞ്ഞി കാറുണ്ടല്ലോ അത് വീടിൻ്റെ ഉള്ളിലുമാണ് വെക്കലുണ്ടായത്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നതുകൊണ്ട് ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഈ മോന് കുറച്ച് വലുതാണ്, ഓന് ഏകദേശം ഒരു 9 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഓനാണ് അത് ഓടിച്ച് നോക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ മക്കൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കാല് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ കാല് വെച്ചിട്ടിരിക്കുക കേട്ടോ. അല്ലാത്ത സമയത്ത് അത് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഇതിന് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പം കുട്ടികളിങ്ങനെ ഈ ഒരു കയറ്റത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പായിട്ട് തന്നെ നിൽക്കും, മൂവ് ചെയ്യൂല. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം അത് ബ്രേക്ക് റിലീസാക്കി കൊടുക്കാനും പറ്റും. ഇവർ കുറച്ച് ദിവസമായിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ടായിരുന്നു, നോയിനെ പുറത്തേക്ക് കൊണ്ടുപോട്ടെ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ കൊണ്ടേക്കോളിന്ന്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചോദിക്കല്ലേ. അങ്ങനെ വേറെ കിട്ടല്ലോ കേട്ടോ, ഇവിടെ സൈഡിലായിട്ട് ഒരു ഇടവഴിയുണ്ട്, അവിടെ ഇത് ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനക്കുള്ള ഫുഡും കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാണ്. ഞാനിങ്ങനെ ഈ ബോളിവുഡ് സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ വിചാരിക്കും, ഇവരെങ്ങനെയാണ് ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് അതേപോലെ നിലനിർത്തുന്നതെന്ന്. അപ്പോൾ അതുപോലത്തെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത് മാമാ എർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 4th വൺ സൺ ഗ്ലോ ആണ്. പിന്നെ ഇതാ പറഞ്ഞില്ലേ കുറേ ഷെയ്ഡ്സ് ഉണ്ടെന്ന്, അങ്ങനെ 6 ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ ഐവറി ഗ്ലോ ആണ്. ഇത് കുറച്ചൊരു ഫെയർ ആയിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ സെക്കൻഡ് വൺ ക്രീം ഗ്ലോ ആണ്. അതും കുറച്ചും കൂടെ ഒരു എന്താ പറയുക യെല്ലോ അണ്ടർടോൺ വരുന്നവർക്ക്. പിന്നെ ഒരു ന്യൂഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സൺ ഗ്ലോ വരുന്നത്. സൺ ഗ്ലോ ഇൻ്റെ ഷെയ്ഡുള്ളവർക്ക് നല്ല സ്യൂട്ടാവുന്ന ഒന്നാണ്. പിന്നെ ബീച്ച് ഗ്ലോ ഉണ്ട്, അതിനുശേഷം കാരമൽ ഗ്ലോ. അങ്ങനെ 6 ഷെയ്ഡ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷനാണ്. പിന്നെ ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോസൊക്കെ അങ്ങനെ ബ്ലറായിട്ട് കിട്ടും. ഇതിൻ്റെ പേര് ഗ്ലോ പോർ ബ്ലറിങ് പ്രൈമർ എന്നാണ്. അപ്പോൾ ഞാൻ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ഫൗണ്ടേഷൻ അങ്ങനെ എന്താ പറയുക ഓയിലി ആയിട്ട് വരുന്നില്ല, പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ഏതായാലും അടിപൊളിയാണ്. ഞാനിങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്ത ആളേനു. അപ്പോൾ ഇതിട്ടിട്ട് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ പിന്നെ എൻറിച്ച്ഡ് വിത്ത് ടേർമറിക് ആൻഡ് വിറ്റാമിൻ സി ആണ്. പിന്നെ 3 ടൈംസ് ഇൻസ്റ്റന്റ് ഗ്ലോ തരും. അതേപോലെ തന്നെ 12 hours ഹൈഡ്രേറ്റിംഗ് സ്റ്റേ ആണ് വിത്ത് ഹാലിറോണിക് ആസിഡ്. പിന്നെ ഈ ഫൗണ്ടേഷൻ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഓൾസോ ടോക്സിൻ ഫ്രീ ആണ്. പിന്നെ മാമാ എർത്ത് ഇസ് ഓൾ അബൌട്ട് ഗുഡ്നെസ് ഇൻസൈഡ്. ഈ ഗുഡ്നെസ് അവരുടെ പ്രൊഡക്ട്സിൽ മാത്രമല്ല അവരുടെ വാല്യൂസിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാമാ എർത്ത് നമ്മുടെ സജഷൻസിനൊക്കെ നല്ല വാല്യൂ തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാമാ എർത്തിന്റെ പ്രൊഡക്ട്സ് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സജഷൻസ് കൊടുക്കാൻ മറക്കരുത്. അവരുടെ ഒനിയൻ ഷാംപൂ നമ്മുടെ സജഷൻസ് കാരണം അവർ ഇംപ്രൂവ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും പുതിയ പുതിയ റിസർച്ചും ഇന്നോവേഷൻസും ഒക്കെ കൊണ്ട് അവരുടെ പ്രൊഡക്ട്സ് ഒരു ബെറ്റർ ക്വാളിറ്റിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മാമാ എർത്ത് എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓൾസോ എൻ്റെ ഒരു കോഡ് ഉണ്ട് മലബാർ 2024 എന്ന് പറഞ്ഞിട്ട്. അത് യൂസ് ആക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. മാമാ എർത്തിന്റെ ആപ്പിലും സൈറ്റിലും ആവും ഡിസ്കൗണ്ട് ഉണ്ടാവുക. പിന്നെ മാമാ എർത്തിന്റെ പ്രൊഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് മാമാ എർത്തിന്റെ പ്രൊഡക്ട്സ് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലിനിക്കിലേക്കാണ് കേട്ടോ പോയത്. അന്ന് പല്ലിൻ്റെ ഈ എന്താ പറയുക കമ്പി അഴിച്ചിട്ട് അത് ടൈറ്റ് ചെയ്യുന്ന ദിവസേനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ഈ ബ്രേസസ് ഇട്ടതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് പണി നടക്കുന്ന അങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക ഇങ്ങനെ ഓരോരോ സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ കോൺക്രീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രക്കാണ് ഇപ്പം പണി ആയിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം എന്നെ പറഞ്ഞയച്ചതാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇപ്പം ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടലാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം എന്നോട് വെറുതെ തമാശക്ക് പറഞ്ഞതാ, അനക്കുള്ള വീടല്ലേ എന്നെ പോയിട്ട് എടുത്തിട്ട് വന്ന്. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഒറ്റക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോയിനെ കൂട്ടിയിട്ടില്ല. നോയിനെ കൂട്ടി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും വരില്ല. കാരണം എൻ്റെ കസിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ഓളുടെ മോളെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും ഭയങ്കര കളിയാണ്. പിന്നെ ഓനങ്ങോട്ട് കിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓനെ കൂട്ടാതെയാണ് വന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പം ആൾ നല്ല ബുക്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോയിന് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയാണ് ഇവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ അതിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായത് ഇതുപോലത്തെ ബുക്സാണ്. ഇത് എനിക്ക് ഞാൻ നല്ല ചെറുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ബുക്സ്. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ നോയിനൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കിയതെന്ന്. ഇവനക്കിപ്പം ഈ ഗോതമ്പ് ദോശ ഉണ്ടല്ലോ അതാണ് കൂടുതൽ ഇഷ്ടം. സാധാ അരിൻ്റെ സാധനങ്ങളെക്കാളും ഗോതമ്പിൻ്റെ ഐറ്റംസാണ് ഇവനക്കിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇതിപ്പം നമ്മുടെ നോർമൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ്. അതിൽ വെള്ളത്തിന് പകരം ഞാൻ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പിട്ടാണ് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആക്കിയെടുക്കുകയാണ്. ഇത് ഒറ്റൊരു ദോശക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കണത്. ഇതിൽ പിന്നെ തേന് കൂടിയിട്ടാണ് കേട്ടോ അവന് കഴിക്കലുള്ളത്. കറിയൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണോ കഴിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൊടുക്കലുള്ളത്. ഫുഡ് കഴിക്കാനൊക്കെ നല്ല ബാക്കിലോട്ടാണ് ആൾ. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോയിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയോ എന്നുള്ളത്. ഫീഡിങ് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കലും ഒന്ന് വായ വെച്ച് നോക്കലൊക്കെ ഉണ്ട്. മറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും വേണ്ട ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് തട്ടി മാറ്റുകയാണ് കേട്ടോ ചെയ്യൽ. എന്താണെന്നറിയില്ല, ഞാൻ പല പല വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കലുണ്ട്. പിന്നെ ഞാൻ നോയിൻ്റെ വാട്ട് നോ ഹീറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേരെ കമൻറ്റ് ഉണ്ട്. അതായത് കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ, ഒറ്റക്ക് കഴിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ ആ വെച്ച് കൊടുക്കുന്ന ഷോട്ട് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ബാക്കി അത് കഴിപ്പിക്കാൻ പെടുന്ന പാട് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. നോയിന് അങ്ങനെ വലിയ താല്പര്യമല്ല. അവനക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ കാണുന്നുണ്ടെങ്കിൽ കഴിക്കും. അല്ലാതെ നമ്മുടെ സാധാ ഭക്ഷണം ഉണ്ടല്ലോ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അത് ഞാനും അങ്ങനെ തന്നെ. അപ്പം ഇമ്മ പറയും എന്താ പറയുക എൻ്റെ മോനല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുള്ളൂ എന്നിങ്ങനെ പറയലുണ്ട് കേട്ടോ. എനിക്കും ഇതേപോലെ ഈ ഗോതമ്പിൻ്റെ ഐറ്റംസിനോട് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതലാണ് അരിനേക്കാളും. അപ്പം എനിക്ക് തോന്നുന്നു ഇവനക്ക് എൻ്റെ ആ ഒരു ടേസ്റ്റ് സംഭവമാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. നേരത്തെ പറഞ്ഞ പോലെ ഇവനക്ക് കറിയൊന്നും തീരെ ഇഷ്ടമല്ല. ഈ ഒരു തേനാണെന്നുണ്ടെങ്കിൽ പിന്നെയും കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് അല്ലമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു സെൻഡ് ചെയ്ത് തന്നതേനു. നോ ചെറുതാകുമ്പോൾ സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അന്ന് തേന് കുട്ടിക്ക് യൂസാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതേനു. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ ഈ തേനിൻ്റെ പല ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ടുണ്ടേന്. ഇങ്ങനെ തേന് പ്യുവറാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളുണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടേനു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും താഴെ കൊടുക്കണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ആമസോണിലുണ്ടെന്ന്. അങ്ങനെ ആമസോൺ വഴിയാണ് എനിക്ക് സാധനം വീട്ടിലെത്തിയത്. പിന്നെ ഇതിൻ്റെ തന്നെ നെയ്യുണ്ട്, ഇവരുണ്ടാക്കുന്ന നെയ്യുണ്ടേനു. അത് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ യൂസ് ചെയ്തിട്ടോ. ഇവന് ചെറുതാകുമ്പം സൗദിയിൽ പോയ സമയത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടേനു. അങ്ങനെ അവിടുന്ന് യൂസാക്കിനി. അതും നല്ലതാണ്. പിന്നെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെയ്യും ബട്ടറൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവന് ചെറുതാവുമ്പോൾ തൊട്ടിട്ട് തന്നെ ഫുഡിൽ ഒരു സ്പൂണ് നെയ്യ് നമ്മൾ വിരകിയൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ തന്നെ ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്യലുണ്ടായിരുന്നു. അത് ഇവരുടെ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായത്. ഇതങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഇത് ഇവർക്ക് അയച്ചു തന്നിട്ട് എത്രയോ കാലമായി. നോയിനിപ്പോൾ 2 വയസ്സായി. നോയിനൊരു 6-7 മാസമുള്ള സമയത്താണ് ഇവരിതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായത്. അപ്പം അന്ന് തൊട്ടേ ഞാനിങ്ങനെ പറയുന്നു
ഇനി ഇവരുടെ അടുത്ത് തന്നെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ തേന് കഴിയാനായിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഇനി ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇതാ നോയിനാണ്ടില്ലേ തേന് മാത്രം ഇങ്ങനെ എടുത്ത് തിന്നും, ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കുത്തി തിന്നാനായിട്ട്. പിന്നെ ദോശ ഞാനും മുറിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ച ക്ലിപ്പാണ് കേട്ടോ. നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ അവിടെ പോയിട്ടില്ലേനോ, അപ്പോൾ അവർ തന്നിട്ടുള്ള ബോക്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടേനി. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായത്. ഇതേനു കേട്ടോ, ഇത് നോയിന് റെക്കോർഡ് കിട്ടിയതുകൊണ്ട് അവൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രെയിം റെഡിയാക്കി തന്നിട്ടുണ്ടേനി. പിന്നെ ഇതാണ് ഇവരുടെ ബോക്സ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ ഒരു ചോക്ലേറ്റ് കുക്കീസാണ് കേട്ടോ കണ്ടത്. നോ ആദ്യം കണ്ടപ്പോൾ തന്നെ അത് വാരി എടുത്തിട്ടുണ്ട്. അവനക്ക് ഈ ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ എന്താ പറയുക ഐഷുവിനും അയിനൂനും കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടോ, ഓരെല്ലാം ഇപ്പോൾ കുട്ടികളുള്ളത്. പിന്നെ ഒരു നെയിം സ്ലിപ്പ് ഉണ്ട്. അതിന് ശേഷം കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു പെന്നുണ്ട്, ഇറേസർ ഉണ്ട്, പിന്നെ ഷാർപ്നർ ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു കീ ചെയിൻ ഉണ്ട്. ഇത് ബുക്ക് മാർക്കാണ് കേട്ടോ, നമ്മൾ ബുക്കെല്ലാം വായിക്കുന്നവർക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഞാനിപ്പോൾ ബുക്ക് വായിക്കലൊക്കെ കുറവാണ്, അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ 2 പെൻസിലുണ്ട്, അതേപോലെ ഒരു നല്ലൊരു നോട്ട്ബുക്കുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഒരു ബോക്സിലുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ബോക്സിൽ വന്നിട്ട് ഒരു മഗ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു സെറാമിക് മഗ് ഉണ്ട്. പിന്നെ ഈ ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം കൂടെ വരുന്ന ഫ്ലാഷ് കാർഡ്സും തന്നിട്ടുണ്ടായിനി. പിന്നെ ഒരു ബോട്ടിലേനു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇൻ്റർവെല്ലിൽ നിന്ന് ഈ ഫ്രീ ബി ബോക്സിൽ കിട്ടിയിട്ടുണ്ടായത്. ഞാനത് ഇങ്ങനെ നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടപ്പം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഫ്ലാഷ് കാർഡ്സിന് ഓന് നല്ല ഇഷ്ടമാണ്. ഓനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കിയിട്ട് എ ഇതാണ് ബി ഇതാണെന്നൊക്കെ ഇന്നെ പഠിപ്പിച്ച് തരാണ് കേട്ടോ. ഇപ്പോഴത്തെ അവൻ്റെ മെയിൻ പരിപാടി ഇതാണ്, ബാക്കിയുള്ളവരെ പിടിച്ചിരുത്തിയാണ്ട് പഠിപ്പിക്കുക. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഓനോട് ചോദിക്കൂലേ, അതേപോലെ ഓൻ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്തരം പറയണം, പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്ക് പിന്നെ ചൂടാവലൊക്കെയാണ്. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതേനു എങ്ങോട്ടെങ്കിലും ഒരു ഡേ ഔട്ട് പോലെ പോകണമെന്ന്. കസിൻസ് എല്ലാവരും ഇല്ല കേട്ടോ, എനിക്ക് ഏകദേശം ഒരു 30ൻ്റെ അടുത്ത് കസിൻസ് ഉണ്ട്. അതിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ഗേൾസാണ് കേട്ടോ നമ്മൾ സെറ്റ് ഓടിയിട്ട് ഇങ്ങനെ പോകലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളെ ടീം എല്ലാവരും ഇല്ല കേട്ടോ, ഒരു 2-3 പേര് മിസ്സിങ് ആണ്. ഇതിൻ്റെ ഉമ്മൻ്റെ സൈഡിലെ കസിൻസാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓൺ സിസ്റ്റേഴ്സ് പോലാണ്. ഇതിൽ ഒരു എന്താ പറയുക മൂത്ത അമ്മക്ക് മാത്രമേ 2 പെൺകുട്ടികളുള്ളൂ, ബാക്കി എല്ലാവർക്കും ഓരോരോ പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ സിസ്റ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യലും ഒക്കെ അങ്ങനെ കൂടിയിട്ടാണ് തീരുമാനിക്കുക. ശരിക്കും സിസ്റ്റേഴ്സ് ഇല്ലാത്ത വിഷമം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാം. കാരണം ഇവരെനിക്ക് എൻ്റെ സ്വന്തം സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ്. ഇതിൽ ഇപ്പം ഉള്ളവരൊക്കെ എൻ്റെ മൂത്തതാണ് കേട്ടോ. മിന്നു എന്ന് പറഞ്ഞിട്ട് മിന്നു മാത്രമാണ് എൻ്റെ ചെറുതായിട്ടുള്ളത്. ബാക്കി ഞങ്ങളെല്ലാവരും ഇത് മൂത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഏജ് ഡിഫറൻസ് ഒന്നുമില്ല, നമ്മളൊക്കെ 1-2 വയസ്സിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാവരും തമ്മിൽ. അപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ചിട്ട് കുട്ടികളും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇങ്ങനെ പുറത്ത് പോകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഫങ്ഷൻസിനൊക്കെ കൂടും, വീട്ടിൽ കൂടുന്നല്ലാതെ ഇങ്ങനെ പുറത്ത് പോകൽ അപൂർവമായിട്ടാണുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇല്ല, എല്ലാവർക്കും ഇങ്ങനെ ബിസി ആയതുകൊണ്ട് വരാനൊന്നും പറ്റിയിട്ടില്ലേന്. പിന്നെ നമ്മൾ ഒരു 4 പേര് നമ്മളെന്തായാലും പോവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പം നേരെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത്. അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഡയറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഐസ്ക്രീമൊക്കെ കണ്ട പിന്നെ എങ്ങനെ ഡയറ്റ് ചെയ്യല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ മെയിനായിട്ട് എനിക്ക് വേറെ പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുക, കുറേ സംസാരിക്കുക, അതന്നെയാണ്. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ തന്നെ വർത്താനം തന്നെയാണ്. അത് പണ്ടേ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും ചിരിയും കളിയും അങ്ങോട്ട് കളിയാക്കലും അതൊക്കെ തന്നെയാണ് ഉണ്ടാവല്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒറ്റ കാര്യത്തിന് മാത്രമേ നമ്മളുടെ ഇടയിൽ ചേഞ്ച് വന്നിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത്, സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണോ, ടീച്ചേഴ്സിനെ പറ്റിയിട്ടും പിന്നെ കോളേജിലെ കാര്യങ്ങളും ഫ്രണ്ട്സിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ.
പിന്നെ പിന്നെ പോകെ പോകെ ഓരോരുത്തരെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ വിശേഷങ്ങളായി. അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ആയി സംസാരം. പിന്നെ അത് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും കുട്ടികളൊക്കെ ആയപ്പോൾ അതായി. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് കേട്ടോ. കുട്ടികളെങ്ങനെ വളർത്താം അങ്ങനത്തതൊക്കെയാണ് നമ്മളിപ്പം കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യലുള്ളത്. അങ്ങനെ സംസാരിച്ച് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി തിന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടുന്ന് കോളിഫ്ലവർ പൊരിച്ചതുണ്ടല്ലോ, അത് കഴിച്ചിട്ട് എൻ്റെ പല്ലിലെ മുത്തിളകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഡോക്ടറെ വിളിച്ച്, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നാൽ മതി എന്ന്. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഫ്രണ്ടിലുള്ളതേനും ഇളകിയിട്ടുണ്ടായത്. എങ്ങനെ ഇത്ര പെട്ടെന്ന് പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം കോളിഫ്ലവറൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. എന്നിട്ട് അത് കഴിച്ചിട്ട് പോലും എനിക്കിത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഭക്ഷണം. പക്ഷേ ഇത് പൊട്ടിയപ്പോഴേ, കോളിഫ്ലവർ കഴിച്ചിട്ട് പൊട്ടിയപ്പോൾ ഒരു പേടിയായി. പിന്നെ ഞാൻ മെല്ലെ മെല്ലെനൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പി.ടി. ഉഷ റോഡ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നടന്ന് എൻ്റെ കസിൻ വാഫി ഇവിടെ ഇറക്കി തന്നതേനി കേട്ടോ. കോഴിക്കോട് ബീച്ചിലേക്ക് ഇറക്കിയിട്ട് ഓനക്ക് വേറെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഓൻ പോയി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പം ഈ പി.ടി. ഉഷ റോഡിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഓനെ വിളിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ദൂരമല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് മിസ്റ്റി വാലിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇതിന് മുന്നേ പെട്ടെന്ന് ഇതേപോലെ ഞങ്ങളൊരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടേനി. അങ്ങനെ അന്ന് രാത്രിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അന്ന് ആദ്യം വന്നത് ഈ മിസ്റ്റി വാലിയേക്കേനു. പിന്നെ അതിനുശേഷം നമ്മുടെ ഐസ് സ്റ്റേ ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടേനി. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കാന്നുള്ള നിലക്കാണ് ഞങ്ങളിങ്ങോട്ട് കയറിയിട്ടുണ്ടായത്. സത്യം പറയുകയാണെങ്കിൽ ബീച്ചിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് നമുക്ക് വല്ലാതെ വിശപ്പൊന്നും ഇല്ലേനി കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങി കഴിക്കലേനു. അപ്പം ഈ പാനിപൂരി ഉണ്ടല്ലോ, അത് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ സമൂസ ചാട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനും അനീസ്ക്കും ഇവിടെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കലുണ്ട്. അപ്പോൾ ഞാനത് ഇവർക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതേനു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടേനി. പിന്നെ നമ്മളിതാ തന്നെ വർത്താനം തന്നെയേനു. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് അപ്പോഴത്തേനും മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. നല്ല രസമുള്ളൊരു ദിവസം തന്നെയാണ്. പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മിസ്സിങ് നല്ല പോലെ അറിഞ്ഞിട്ടുണ്ടേനി. ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 പേര് മിസ്സിങ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് നമ്മൾ ആ ഒരു ഗ്യാങ് കംപ്ലീറ്റ് ആവുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഫുൾ ഓൺ പവറിലെത്തുക എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് ഷോപ്സിലൊക്കെ കയറി. അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു മോമോസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് മോമോസ് കഴിച്ചു. മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ എൻ്റെ ഒരു കസിൻ റിയാദിലെ ടീച്ചറാണ് കേട്ടോ. ഇവൾ റിയാദിലെ ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓളവക ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഷവർമ വാങ്ങിനി കേട്ടോ. അൽത്താസയിലെ ഷവർമേനെ വാങ്ങിച്ചിട്ടുണ്ടായത്. അൽത്താസയിലെ ഷവർമ എൻ്റെ ഫേവറേറ്റ് ആണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഗേൾസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞ് പോണത് വെറും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന്. സത്യം പറഞ്ഞാൽ ആണെന്ന് തന്നെ പറയാം. കാരണം ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അത് നമ്മളെ ഇഷ്ടപ്പെട്ടവരെ കൂടെ ആകുമ്പം കുറച്ചും കൂടെ രസമാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓനവിടെ വീട്ടിലാക്കിയിട്ടേനു പോന്നിട്ടുണ്ടായത്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു ടൈം മാറി നിൽക്കുന്നത്. അപ്പം എനിക്ക് പേടിയുണ്ടേനി ഓൻ കരഞ്ഞ് അലമ്പാക്കുമെന്ന്. പിന്നെ പ്രശ്നമൊന്നുമില്ല, ഓനും ഉമ്മയും ഭയങ്കര സെറ്റാണ്. അപ്പോൾ ഒരു നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എല്ലാവരുടെ വീട്ടിലേക്കും അങ്ങനെ പോയി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ നോയിൻ്റെ മൈൻഡ് ഇണേ ഉണ്ടായില്ല. ഓൻ്റെ ടോയ്സ് എല്ലാം വെച്ചിട്ട് അങ്ങനെ കളിക്കുന്നു കേട്ടോ. എമ്മയും ഇപ്പിയൊക്കെ കൂടെ ഉണ്ടേനി. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്